ഇതിൻ്റെ ലേബൽ ഇൻസേർട്ട് ചെയ്യേണ്ടത് ഈ പോർഷനിലാണ്. ഈ പോർഷനിൽ ക്ലോക്ക് വൈസാണ് അതിൻ്റെ റൊട്ടേഷൻ വേണ്ടത്. ഇത് സ്ക്രൂ ലൂസ് ചെയ്യുക, ഈ പോർഷൻ ഊരിയെടുക്കുക, പുതിയ ലേബൽ ഇൻസേർട്ട് ചെയ്യുക. അതിന് ശേഷം ഇതൊരു ബ്രേക്കാണ്, ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റിലീസാവും, ലോക്ക് ചെയ്യുന്ന റിലീസാവും. അപ്പോൾ ഫസ്റ്റ് തന്നെ ലേബൽ കുറേ വലിച്ചെടുത്തതിന് ശേഷം വേണം ഇതിൽ കൂടെ കയറ്റിയിടാൻ. ടോപ്പിലേക്കൂടെ കയറ്റിവിടാം. ആദ്യം തന്നെ അങ്ങനെ ഒന്ന് ടോപ്പിലേക്കൂടെ കയറി പോവുക. ഇതൊരു ബ്രേക്കാണ്, ചെറിയ ബ്രേക്കാണ്. ഈ ഒരു പോർഷൻ ലൂസ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് കയറ്റിവിടുക. ഇതിൻ്റെ മേളിൽ കൂടെയാണ് തന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ. അതിനുശേഷം സെൻസറിൻ്റെ ഇടയിൽ കൂടെ ഇടുക. ഈ ലേബലിൻ്റെ ഇടയിലേക്കൂടെ കയറുക, താഴേക്കട സൈഡിൽ കൂടെ ഇറങ്ങിയിട്ട് ഈ പ്ലേറ്റിൻ്റെ പുറത്തേക്കടെ കയറി താഴത്തേക്കടെ വന്ന് ഈ റോളറിൻ്റെ പുറത്തേക്കടെ കയറി ഈ റോളറിൻ്റെ മേളിൽ കൂടെ റൈറ്റ് സൈഡിൽ കയറി ഈ രണ്ട് റോളർ ഇതിപ്പോൾ ലോക്ക് പൊസിഷനാണ്, ഇത് അൺലോക്ക് പൊസിഷനാണ്. ഇത് അൺലോക്ക്, ഇത് ലോക്ക് പൊസിഷൻ. അപ്പോൾ അൺലോക്ക് ആക്കിയതിന് ശേഷം ലൂസായി ഈ റോളറിൻ്റെ താഴേക്കടെ കയറി മേളിൽ കയറി ഈ റോളറിൻ്റെ മേളിൽ കൂടെ ഇറങ്ങി ഈ റോളറിൻ്റെ താഴേക്കടെ ഇറങ്ങി ഈ റോളറിലേക്ക് കയറി ലോക്ക് ചെയ്യണം. അതിനുശേഷം ഇത് ലോക്ക് ചെയ്യുക. ഇതിൻ്റെ പ്രഷർ കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ രണ്ട് സ്ക്രൂസും ഉണ്ട്. ഓക്കെ, അതിനുശേഷം മെഷീൻ ഓൺ ചെയ്യുക. അതിനകത്തിപ്പോൾ ചൈനീസ് ഉണ്ട്, അതുപോലെ തന്നെ അമേരിക്കൻ ഉണ്ട്. നമുക്ക് അമേരിക്കൻ യൂസ് ചെയ്യാം. ഇപ്പോൾ കൺവെയർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി കൺവെയർ സ്റ്റാർട്ട് കൊടുത്താൽ കൺവെയർ ഓണാവും, ലേബൽ സ്റ്റാർട്ട് കൊടുത്താൽ ലേബലിങ്ങും സ്റ്റാർട്ടാവും. ഇതിനകത്ത് ഇപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ഇപ്പോൾ രണ്ട് സ്റ്റോപ്പായി. പിന്നെ നമുക്ക് അല്ലാതെ സ്വിച്ച് ബൈ ഓൺ ചെയ്യണമെങ്കിൽ ഈ സ്വിച്ചിൽ ഓൺ ചെയ്താൽ രണ്ടും ഓണായി. ഇതിൽ ഓഫാവില്ല. സ്റ്റോപ്പിൽ എമർജൻസി സ്റ്റോപ്പിൽ ഓഫ് ചെയ്താൽ മാത്രമാണ് സ്റ്റോപ്പ് ആവുള്ളൂ. ഇല്ലെങ്കിൽ നോർമൽ രീതിക്ക് തന്നെ നമുക്ക് ഇത് രണ്ട് സ്റ്റാർട്ട് കൊടുക്കാം. ലേബലിംഗ് സ്റ്റാർട്ടും കൺവെയർ സ്റ്റാർട്ടും കൊടുക്കാൻ പറ്റും. പിന്നെ ഇതിനകത്ത് വേറെയുള്ള മാനുവൽ ടെസ്റ്റ് ഉണ്ട്. മാനുവൽ ടെസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ഒന്ന് ടെസ്റ്റ് അടിച്ചിറങ്ങും. അതായത് ലേബൽ സ്റ്റാർട്ട് കൊടുക്കണം, അതിനുശേഷം മാനുവൽ സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പീസ് മാത്രം, ഒരു സെറ്റ് പീസ് മാത്രം വരും. പിന്നെ ഇതിൻ്റെ ലേബലിൻ്റെ അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യണ ബോക്സിൻ്റെ അനുസരിച്ച് ഹൈറ്റ് കൂട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെയാണ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യണം. ഹൈറ്റ് ഇങ്ങനെ കൂട്ടി അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് ടച്ച് ചെയ്ത് വേണം പോകാം. അതുപോലെ തന്നെ ഈ സെൻസറും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഗൈഡ് കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക, അതിനുശേഷം അത് സെറ്റ് ചെയ്യാം. ജസ്റ്റ് നമ്മൾ ഈ ബോട്ടിലാണ് യൂസ് ചെയ്യണത്. ഇത് വെച്ചു ഓൾറെഡി ലേബൽ സ്റ്റാർട്ട് കൊടുത്തു, കൺവെയർ സ്റ്റാർട്ട് ചെയ്തു. അത് ഗ്യാപ്പ് കൂടുതലുണ്ട്, അതുകൊണ്ടാണ് ഒട്ടാതിരുന്നത്. അപ്പോൾ കൺവെയർ ഓഫ് ചെയ്തു. അതിനുശേഷം നമ്മൾ നോക്കി അപ്പം ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പ് നമ്മൾ കുറയ്ക്കുക, മാക്സിമം ചേർന്ന് വിടുക. ടച്ച് ചെയ്ത് പോകുന്ന രീതിക്ക് സെറ്റ് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റിക്കായി വന്നു.
ബോട്ടിലിൻ്റെ അനുസരിച്ച് നമുക്ക് സ്പീഡ് കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് ഈ സ്പീഡും അതുപോലെ തന്നെ, അതായത് കൺവെയറിൻ്റെ സ്പീഡും നമ്മുടെ ലെവലിംഗ് സ്പീഡും മാച്ച് ആയാൽ മാത്രമാണ് കറക്റ്റായിട്ട് വരുള്ളൂ. ഇപ്പോൾ ഒരെണ്ണത്തിൻ്റെ സ്പീഡ് കൂടുതലും ഒരെണ്ണത്തിൻ്റെ സ്പീഡ് കുറവാണെങ്കിൽ അത് കയറി ഇറങ്ങുമ്പോൾ ആ രണ്ട് സ്പീഡും അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴാണ് ഈ ലെവൽ ഫ്രണ്ടിലാണോ അല്ലെങ്കിൽ ബാക്കിലാണോ എന്നുള്ള ഡിലേ അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ, ഇത്രയാണ് ഇതിൻ്റെ സെറ്റിങ്സ് ഉള്ളത്. ഇത് ലേബൽ ഒട്ടിയതിന് ശേഷം പ്രസ്സിങ്ങിന് വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഗൈഡിങ്, അതിൻ്റെ ഇത് അഡ്ജസ്റ്റ് ചെയ്യാം, ഗ്യാപ്പ് കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാം, അതുപോലെ തന്നെ പ്രഷർ കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാം, ആംഗിൾ കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാം. അതിൻ്റെ ഇങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇത് ഗൈഡിങ് ആണ്, രണ്ട് സൈഡിൽ നിന്ന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് ലേബലിംഗ് മെഷീൻ്റെ മോട്ടറാണ് ഈ സൈഡിൽ വരുന്നത്. ഇവിടെ കൺവെയറിൻ്റെ മോട്ടർ അഡീഷണൽ സെപ്പറേറ്റ് ആണ്. ഇതിൻ്റെ കൺട്രോളിങ് ഫുള്ള് ഇതിൻ്റെ അകത്താണ് ഇരിക്കുന്നത്. PLC ബേസ്ഡ് ആണ്.